ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ സംസ്ഥാനത്താകെ തന്നെ ലഹരി മരുന്ന് വിൽപ്പനയിൽ വലിയ വർധനയാണ്. തലസ്ഥാനത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ 300% വർധന എന്നൊരു വിവരം കൂടി പുറത്തു വരികയാണ്. ഓരോ ജില്ലകളിലും എടുത്തു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കണക്കാണ്. അത് ഈ സ്കൂൾ കുട്ടികളിൽ നടത്തിയ അവബോധം പരിപാടികളിൽ നിന്നാണ് അവരിലേക്ക് എത്തുന്നതിൻ്റെ വിവരങ്ങളടക്കം വന്നത്. അത് അനുസരിച്ചാണ് പുതിയ കണക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകളൊക്കെ എക്സൈസ് വകുപ്പിനും കിട്ടുന്നു. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നത്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി മുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എത്രത്തോളം അത് വിജയിക്കും, ഈ വിൽപ്പന തടയാൻ എന്തു ചെയ്യുന്നു എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. സർക്കാർ എത്രത്തോളം അതിൽ വിജയിച്ചിട്ടുണ്ട്? നല്ലൊരു ചോദ്യമാണ്. അതായത് ഒരു ഗവൺമെന്റ് മിഷണറി കൊണ്ട് മാത്രം തടയാവുന്നതല്ല മയക്കുമരുന്ന്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപനം നടക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബ് പാകിസ്ഥാന്റെ അതിർത്തിൽ നിന്നും നമ്മുടെ BSF ജവാന്മാർ അധികം വാർത്തയിലൊന്നും ഇടം പിടിക്കാറില്ല. പിന്നെ അവിടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയൊരു ഇതാണ്, നമ്മൾ ഡേറ്റായുണ്ട്. അവരെല്ലാം പിടിക്കുന്നുണ്ടെങ്കിലും ഭീകരമായൊരു വ്യാപനം പഞ്ചാബിലുണ്ട്. പഞ്ചാബിൽ തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു സേനയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ വ്യാപനം തടയാൻ പറ്റത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ മാർഗം? അത് നമ്മുടെ ഈ ഗവൺമെൻറ് മിഷനറി മാത്രം ശ്രമിച്ചാൽ പോലും സമൂഹം കൂടി ഉണരണം. എങ്ങനെയാണ് സമൂഹം ഉണരണേ? സമൂഹം ഉണരണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റക്കെട്ടായി സമൂഹം ഇതിനെ പുറകോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ മുന്നോട്ട് വരണം. ഇപ്പം ഇതിനകത്തൊരു നമ്മൾ നേരിടുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം, ഞാനൊക്കെ ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ DYFIയുടെ ഒക്കെ ഉള്ള പല പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ മാഫിയ സംഘങ്ങൾ വിരസിക്കൊണ്ടിരിക്കുക. ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവിടെയൊക്കെ ഒരാളെ കഞ്ചാവുമായിട്ട് നാട്ടുകാർ പിടിച്ചാൽ 10-60 പേര് ബൈക്കിൽ വന്ന് ഈ നാട്ടുകാരെ തല്ലും. അപ്പോൾ ഒരു ഭയം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് നേരത്തെ നമ്മുടെ ഋഷിരാജ് സിംഗ് മോഡലിൽ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ളൊരു പ്രതിരോധമല്ലാതെ കണ്ട് ഒരു മിഷണറി നിരീക്ഷിച്ചുകൊണ്ട് മാത്രം സാധിക്കത്തില്ല. നമ്മുടെ എക്സൈസും പോലീസും ഒക്കെ പല രീതിയിലുള്ള ഈ നാർക്കോട്ടിക് സെല്ലൊക്കെ നിരവധി കഞ്ചാവുകളും അതുപോലെ MDM പോലെയുള്ള മയക്കുമരുന്നുകളൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അപ്പോൾ ജനത്തിനൊരു ബോധവൽക്കരണം വരണം. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവരിതിന് അഡിക്റ്റ് ആകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട്. കാരണം ഇതിലൂടെ കിട്ടുന്ന പിന്നെ ഒരു ലഹരി അവർ ഉന്മത്താവസ്ഥയിലേക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹാങ് ഓവർ പോയി കഴിഞ്ഞാൽ ഇവർ വലിയ വിഭ്രാന്തി കാണിക്കുമ്പോൾ വീണ്ടും ഇതിലേക്ക് പോകും. പിന്നെ ഈ കൊച്ചുകുട്ടികളെ തന്നെ ക്യാരിയറാക്കിക്കൊണ്ട് ഇതിൻ്റെ ദോഷങ്ങൾ അറിയാത്ത ഈ കുട്ടികളെ പോലും ക്യാരിയറാക്കിക്കൊണ്ട് ഈ പണം സമ്പാദിക്കുന്ന ഈ കൊടും മാഫിയ, അത്തരം മാഫിയകളെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ സമൂഹം ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ ഒരു ചോദ്യം ഇവിടെ പിന്നെ നമ്മുടെ ശ്രീജിത്തിനോട് പണിക്കരോട് ചോദിച്ചതിന് ഒരു മറുപടി ഞാനിവിടെ പറയാം. അതായത് പ്രതിഭാഹരിക്കെതിരെ വലിയ രീതിയിലുള്ള സാമൂഹ്യ വേട്ട നടത്തി അതിൻ്റെ പ്രതികരണങ്ങളെയാണ് അദ്ദേഹം പ്രതികരിച്ചെന്ന് പറയുന്നത്. എനിക്ക് അതിനകത്തൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ഇൻക്ലൂഡിങ് ശ്രീജിത്തിൽ പണിക്കരായാലും ഞാനായാലും ഇന്ന് നിരന്തരമായ രീതിയിലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ വേട്ടയ്ക്കിരയാവുന്നവരാ. അത് നേരിടാൻ പറ്റാത്ത ഒരാൾക്കും ഇനി ഇവിടെ സാമൂഹ്യ പ്രവർത്തനോ മാധ്യമപ്രവർത്തനോ നടക്കത്തില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തന്നെ അതിൻ്റെ തിക്താനുഭവങ്ങൾ എന്തോരം നേരിട്ടുണ്ട് സ്മൃതിയാണെങ്കിലും എല്ലാവരും. അപ്പോൾ ചില വൈകല്യമുള്ള മനസ്സുകൾ ഇത് തന്നെ തൊഴിലാക്കിക്കൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ഇടുകയും അതുപോലെ തന്നെ ഈ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും. നമ്മൾ വിദൂരത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ലൈക്ക് കിട്ടും, കാശ് കിട്ടും. ഇപ്പോൾ സമൂഹത്തെ വിറ്റ് നല്ല മാന്യമായിട്ട് ജീവിക്കുന്നവരെ പോലും വിറ്റ് കാശുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയേ, തിരുവനന്തപുരത്ത് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് നിങ്ങളുടെ മാധ്യമത്തിലൂടെ ഞാനാ കണ്ടത്. എന്താണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഒരു പ്രതി മലയാളിയാണ്. അയാൾ മലബാർ സ്വദേശിയാണ്. അയാൾ പിന്നെ കംബോഡിയയിലിരുന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്കും വിപുലമായ ഈ തട്ടിപ്പുകൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ സമൂഹമാണ് ഉണരേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ചെയ്യുന്ന വലിയ സേവനമാണ്. ഒന്നുകൂടെ പറയാം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും അണിനിരുന്നുകൊണ്ട് ഒന്നിച്ച് കൈകോർത്ത് കേരളത്തിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത എടുക്കുന്നില്ലെങ്കിൽ കേരളം കൈവിട്ടു. വിൽപ്പന കുറയ്ക്കാനാകുന്നു എന്നതിന്റെ കണക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമായിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.